2026 സൂചനയാണോ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ചോദ്യം. സുജയ, 2026 ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിലെത്തുന്നതിന്റെ ഒരു സൂചനയായി ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നില്ല. എന്നാൽ 2026 നയിക്കുന്ന ചില വഴികൾ അത് തുറക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് കൃത്യമായി UDF അധികാരത്തിലെത്താൻ കഴിയും എന്ന് നിലമ്പൂർ വെച്ച് വിലയിരുത്താൻ സാധിക്കില്ല. തുടർ ഭരണത്തിലേക്ക് പോകാനായി നിൽക്കുകയായിരുന്നു LDF. അതിനിടയിലാണ് ഈ തോൽവി അവർക്ക് വന്നിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ നോക്കണം. ഇവിടെ ജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി UDF സ്വീകരിച്ച വഴികൾ, അതായത് ജയമാണ് പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന രീതിയിൽ പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൽ നമ്മൾ കണ്ടത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ PV അൻവർ തുറന്നു വെച്ച വിഷയങ്ങൾ. PV അൻവറാണ് ഇതിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അതായത് എങ്ങനെയാണ് ഈ കളി പോകേണ്ടത് എന്ന് തീരുമാനിച്ചത് PV അൻവറാണ്. അതിലേക്ക് കൃത്യമായി വന്ന് ബാറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഭരണവിരുദ്ധ വികാരം, പിണറായിസം, ഇതെല്ലാം അൻവറിന്റെ സംഭാവനകളാണ്. അതിൽ പിടിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ UDF സംവിധാനത്തിന് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ VS ജോയിയുടെ ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു പ്ലേ മോഡലും നമ്മളിവിടെ കാണുകയാണ്. അതും 2026 പോകുമ്പോൾ, പ്രത്യേകിച്ചും സീറ്റ് വിഭജനമൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ഒന്നിൽ കൂടുതൽ പേർ സ്ഥാനാർത്ഥി മോഹികളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ VS ജോയി അവിടെ ചൂണ്ടിക്കാട്ടി കൊടുത്തിരിക്കുന്നത് ഒരു നല്ല മാതൃകയാണ്. അതായത് ഒന്നിലധികം പേരുടെ പേരുകൾ വരുമ്പോൾ അതിൽ കിട്ടാതെ വരുന്നവർ പിണങ്ങി മാറി നിൽക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതല്ല. മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ത്യാഗം സഹിച്ച് വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു മോഡൽ അത് 2026 UDF അധികാരത്തിലെത്തണമെങ്കിൽ ആളുകൾ, വ്യക്തികൾ എന്ന നിലയിൽ VS ജോയിയുടെ ഒരു പാത പിന്തുടരുന്നത് നന്നായിരിക്കുമെന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു കാര്യം വിലയിരുത്തേണ്ടത് LDF ആണ്. കാരണം ജനങ്ങളുടെ മുന്നിൽ വികസനം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്താലും, മറ്റ് ഏതൊക്കെ കാര്യങ്ങളിൽ ആരോപണം കേട്ടാലും ഞങ്ങൾ വികസനം ചെയ്യുന്നുണ്ടല്ലോ എന്നത് അതിനൊരു മേമ്പൊടിയായി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാ കാലവും കൂടെ ഉണ്ടാകും, അടുത്ത തുടർ ഭരണത്തിലേക്ക് പെട്ടെന്ന് പോകാം, ആ ഒരു തോന്നൽ LDF ഉണ്ടായിരുന്നെങ്കിൽ അതവർ തിരുത്തണം എന്നുള്ള ഒരു സൂചന കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, M സ്വരാജ് എന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ അവിടെ അവർ പറയുന്ന രാഷ്ട്രീയം കൃത്യമാണ്. ആ രാഷ്ട്രീയത്തിൽ അവർ PDP കൂടെ കൂട്ടുമ്പോഴും അവർ പറഞ്ഞു വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് കൃത്യമായി അതിൻ്റെ അലകും പിടിയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായോ എന്ന ഒരു ചോദ്യം കൂടി അവിടെയുണ്ട്. അതായത് PDP ഞങ്ങൾ കൂടെ കൂട്ടും, എന്നാൽ അപ്പുറത്ത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടരുത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ജനം ചിന്തിച്ചോ എന്ന ഒരു കാര്യവും നിലമ്പൂരിൽ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ M സ്വരാജിനെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന ഒരുപാട് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഞാൻ കണ്ടു. എന്തായാലും ഞാൻ വ്യക്തിപരമായി, ആശയപരമായി ഞാൻ M സ്വരാജിന്റെ വിരുദ്ധ ചേരിയിലാണ്. പക്ഷേ വ്യക്തിപരമായി M സ്വരാജിനെ തേജോവധം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. കാരണം പൂമരം എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പൂക്കളുടെ പുസ്തകം എഴുതിയതിന്റെ പേരിൽ എത്രമാത്രം M സ്വരാജ് കളിയാക്കപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. കാരണം സാംസ്കാരിക മേഖലയിൽ ഉള്ള പല ആളുകളും കേൾക്കുന്ന തരത്തിലുള്ള പല പരിഹാസങ്ങളും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇപ്പോൾ കൂടുതലായി. രാജറാണി എക്സ്പ്രസിൽ തിരികെ കയറി പോയാൽ മതി, അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ ഇപ്പോൾ M സ്വരാജ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ അവഹേളനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നതാണ് ആ കാര്യത്തിൽ എൻ്റെ ടേക്ക്. ഇതിൽ ജയവും പരാജയവും നമ്മൾ രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിമർശനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിന് വന്ന വീഴ്ചകൾ, ഇത് രണ്ടുമാണ് പ്രധാന ഘടകമായത്. ആ രണ്ട് കാര്യങ്ങൾക്ക് മറുഭാഗത്ത് ഞങ്ങൾ വികസനം നടപ്പാക്കിയിട്ടുണ്ട്, ലൈഫ് വീടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ പറയാൻ ഇടതുപക്ഷം ശ്രമിച്ചു. പക്ഷേ അതിനൊക്കെ അപ്പുറം സർക്കാരിൻ്റെ വീഴ്ചകൾ ജനം കണ്ടു. അതൊരു ഭാഗമായി അവിടെ കൃത്യമായി നിൽക്കുന്നുണ്ട്. അത് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇടതു മുന്നണി ഒരു സിറ്റിംഗ് സീറ്റ്, അല്ലെങ്കിൽ UDF ആയാലും അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയായിരുന്നു, ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നത് ആദ്യത്തേതാണ്. അത് നിലമ്പൂരിലാണ് സംഭവിക്കുന്നത്. കാരണം തുടർ ഭരണത്തിനുള്ള ഒരു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യൽ നിലമ്പൂരിൽ നിന്നാണ് എന്ന രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കണ്ടിട്ടൊക്കെയുണ്ട്. അല്ല എങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തില്ല. കാരണം തോൽവി ഉറപ്പാണ്, തോൽവി ഉറപ്പായ ഒരു മത്സരമാണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലേക്കാണ് ഇടതുപക്ഷം അവിടെ പോവുക. അല്ലാത്ത പക്ഷം പാലക്കാട്ട് തോൽവി ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് സരിനെ നിർത്തിയത്. അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മറ്റൊരാളെ വേണമെങ്കിൽ കൊണ്ടുവന്ന് നിർത്താമായിരുന്നല്ലോ. മൂന്നാം സ്ഥാനത്തേക്കാകും എന്നുള്ള ആദ്യം തന്നെയുള്ള സൂചനകൾ അല്ലെങ്കിൽ മുൻ ചരിത്രമൊക്കെ വെച്ച് അതുകൊണ്ട് തന്നെയാണ് സരിനെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായി നിർത്തുകയാണ്. ഇവിടെ പക്ഷേ സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ സ്വരാജിൽ ജയസാധ്യത ഒട്ടും കണ്ടിരുന്നില്ല എന്ന ഇപ്പോഴത്തെ വാദം ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഓർമ്മയുണ്ടാകുമല്ലോ, പാല LDF ചരിത്രത്തിൽ ആദ്യമായി പിടിച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ആ ടീമിൽ ആകെ കൈവിട്ടത് അരൂര് മാത്രമാണ്. പക്ഷേ വട്ടിയൂർക്കാവും കോന്നിയും UDF നിന്ന് ഇതേ പിണറായി സർക്കാർ ഒന്നാം ടേമിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറച്ച സീറ്റാണ് UDF എറണാകുളം.
ആ എറണാകുളത്തെ ഭൂരിപക്ഷം 4-1 ചുരുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒന്നാം ടേം, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും ഉപതെരഞ്ഞെടുപ്പുകളിലെ അഡ്വാൻറ്റേജ് പൊസിഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കണം. അവിടെ നിന്നാണ് തുടർഭരണം 3.0 പോകാൻ കഴിയുമോ എന്നത് നമ്മൾ കണക്കാക്കേണ്ടത്. അന്ന് തുടർഭരണത്തിലേക്ക് പോകുന്നതിന് കിട്ടിയ ആ ഒരു എഡ്ജ് ഇപ്പോഴില്ല എന്നതാണ് നിലമ്പൂർ ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന സൂചനയായി ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് മറ്റൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ്. അതായത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് UDFന് പാരയാകും. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് താല്പര്യമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് കളിയും അൻവർ കളിക്കും എന്ന ഒരു ചിന്തയിലേക്ക് ഉറപ്പായും ഇടതുപക്ഷം പോയിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് അവിടെ ക്യാമ്പയിനിങ്ങിനായി മണ്ഡല മേൽനോട്ടത്തിനായി പോയി നിന്നിരുന്ന എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചതുകൊണ്ട് എം സ്വരാജിനെ ആക്കിയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവിടെ എം സ്വരാജ് ജയിക്കുമെന്ന് ഉറപ്പിച്ച്, കാരണം അൻവർ വോട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര്യാടന്റെ വോട്ടാണ്, കോൺഗ്രസ്സുകാരനായ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വന്ന PV അൻവർ കൊണ്ടുപോകുന്നത് ആ വോട്ടാണ് എന്ന കാൽക്കുലേഷനിൽ അത് ഞങ്ങൾക്ക് ഗുണമാകും എന്ന വിലയിരുത്തലാണ് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തിയത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, തൃപ്പൂണിത്തുറയിൽ തോറ്റു, അതിനുശേഷം നിലമ്പൂരിലും തോറ്റു. അപ്പോൾ ഈ ഒരു നിയമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ 2 തോൽവികളാണ്. ഒന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ്, ഒന്ന് പൊതു തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ 2 തോൽവികൾ. അത് എം സ്വരാജ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു രണ്ടാം നിര നേതാക്കളിൽ പ്രമുഖനായ ഒരാളാണ്, ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ആ രീതിയിൽ ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. അപ്പോൾ ഇവിടെ ഇതിന് പിന്നിലുള്ള ഒരു വർഷം മുമ്പത്തെ ഒരു സാഹചര്യം കൂടി ഇതിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മലബാറിലടക്കം CAAയും പൗരത്വവും ഒക്കെയാണല്ലോ പ്രധാനമായും ഇടതുപക്ഷം ആയുധമാക്കിയത്. അന്ന് വലിയ രീതിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ക്യാമ്പയിൻ ടൂൾസ്, ആ ക്യാമ്പയിൻ ടൂളിൽ യഥാർത്ഥത്തിൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല. അഡ്വാൻറ്റേജ് കൊണ്ടുപോയത് UDF ആണ്. കാരണം അവർക്ക് മലബാർ മേഖലയൊക്കെ ലക്ഷം പറഞ്ഞാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. ആകെ K രാധാകൃഷ്ണൻ മാത്രമാണ് UDFന്റെ ആ ഒരു സുനാമിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈഴവ വോട്ടുകളടക്കം BJPയിലേക്ക് പോകുന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അപ്പോൾ പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ട് കിട്ടുന്നുമില്ല, കയ്യിലുള്ള ഭൂരിപക്ഷ വോട്ടുകൾ ഹിന്ദു വോട്ടുകളടക്കം പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നിലമ്പൂർ വരുന്നത്. അപ്പോൾ ഈ ഹൈന്ദവ അതോടൊപ്പം തന്നെ കേഡർ വോട്ടുകൾ ഇത് രണ്ടും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഈ ഐക്യപ്പെടലും വെള്ളാപ്പള്ളി നടേശനെ ഷോളണീക്കലും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് നൈസായി പാളിയിട്ടുണ്ട് എന്നതാണ് ഈ ഫലം. അതായത് നിലമ്പൂരിൽ പാളിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഇടതുപക്ഷത്തിന് 2026 ഇതേ നയവുമായി മുന്നോട്ട് പോയിക്കൂടാ എന്നല്ല. ഇതേ നയം കുറച്ചുകൂടി ക്ലെവറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അല്ല, ക്ലെവറായിട്ട് ഇത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള അവർക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു വാർണിംഗ് സൈനാണ്, അല്ലെങ്കിൽ ഒരു അലാം ആണ് ഇപ്പോൾ അടിച്ചിരിക്കുന്ന നിലമ്പൂർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അൻവർ പിടിച്ച വോട്ട് എന്ന് പറയുന്നത് UDFിലേക്കും പോകാമായിരുന്ന വോട്ടാണ്. അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ UDFിലേക്കും പോകാമായിരുന്ന വോട്ടാണല്ലോ ഈ 19,000-ൽ പരമെന്ന് പറയുന്നത്. അപ്പോൾ അൻവർ പിടിച്ച വോട്ട് UDFിലേക്കാണ് പോയിരുന്നതെങ്കിൽ ഈ തോൽവിയുടെ കാഠിന്യം കൂടിയേനെ. അൻവർ നിന്നതുകൊണ്ട് തോൽവിയുടെ കാഠിന്യം കുറഞ്ഞു എന്ന് വേണമെങ്കിലും നമുക്കതിനെ വായിച്ചെടുക്കാം. അതായത് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഇതാണ്, തിരുത്തി കഴിഞ്ഞാൽ തുടർ ഭരണത്തിനുള്ള സാധ്യത LDFന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാത്ത ഒരു വിലയിരുത്തലിലേക്ക്, അതായത് UDFന് തുടർ ഭരണം കിട്ടും, കാരണം 42 സീറ്റേ ഉള്ളൂ. നിലമ്പൂരിലൂടെ കിട്ടിയാലും 42 സീറ്റേ കയ്യിലുള്ളൂ. അതിൽ എത്ര എണ്ണത്തിൽ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ 20,000+ ഭൂരിപക്ഷം UDFനുണ്ട് എന്നത് കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. LDFന് മാത്രമല്ല, ഇപ്പുറത്തേതും കാൽക്കുലേറ്റ് ചെയ്യണം. ഭൂരിപക്ഷം നെക്ക് ടു നെക്ക് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ വേണമെങ്കിലും അത് മറിയാം. അപ്പോൾ ഇവിടെ LDFനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കാരണം നിലവിലുള്ള പൊസിഷനിൽ LDFന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതില്ല എന്ന് പറയുന്നത് പ്രിമച്ചുറായിട്ടുള്ള ഒരു വിലയിരുത്തലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ മോഹൻ ജോർജിന് അതുകൂടി പറഞ്ഞു പോകണമല്ലോ, മോഹൻ ജോർജ് എന്തോ വോട്ട് മറിച്ചതിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെയുള്ള വലിയ വിലയിരുത്തലുകൾ നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇവിടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. വോട്ട് കൂടിയ ഏക മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. 2021 അപേക്ഷിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന വോട്ട് പോയിട്ടുമില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രം ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് BJPയുമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം BJPയിലേക്ക് വന്ന ഒരു കാൻഡിഡേറ്റ്, അതൊരു ഫ്രഷ് കാൻഡിഡേറ്റ് ആണ്. എന്നിട്ടും അയാൾക്ക് ആ വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ആ സംഘടനാ സംവിധാനത്തിലുള്ള വോട്ട് അവിടെ ഇൻടാക്റ്റായി നിന്നു എന്നാണ്. അല്ലാതെ UDFുമായി വോട്ട് കച്ചവടം എന്നുള്ള ക്യാപ്സൂൾ ഇവിടെ ഏൽക്കില്ല എന്നതുകൂടി ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ശശി തരൂരിന്റെ ഇന്നത്തെ പുകഴ്ത്തലൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നത്. അത് PMO എൻഡോഴ്സ് ചെയ്യുന്നപ്പോൾ മറുഭാഗത്ത് പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വോട്ടുകൾ ഇവിടെ BJPക്ക്, ഞാനിത് പറയാനുള്ള കാര്യം, BJPക്ക് ഇപ്പോൾ 60 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 60 മണ്ഡലങ്ങളിൽ കൃത്യമായി അവരുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പൊസിഷനാണ് നിലവിലുള്ളത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 60 മണ്ഡലങ്ങളിൽ കൃത്യമായി അവർക്ക് വോട്ട് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതുപോലെ തന്നെ 5 എണ്ണം നിലവിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് 5 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് ആ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള 2026 തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഗുണകരമാകില്ല. കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ ഇതിനെ ഒരു സൂചനയായി കണ്ടുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ അവിടെ ഇടതുപക്ഷത്തെ മാത്രം തോൽപ്പിച്ചാൽ പോരാ, BJPയും അവിടെ ഒരു ഭാഗത്ത് ശക്തിയായി വളരുന്നുണ്ട് എന്നത്
പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടാവുന്ന പോക്കറ്റുകൾ ഷെയർ ചെയ്ത് തന്നെയാണ് BJPയും കേരളത്തിൽ വളരുന്നത് എന്നത് കോൺഗ്രസ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ആ ഒരു കുതിപ്പ് ഈ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിട്ടും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ടായിട്ടും 16,077 ലീഡുള്ളോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയിട്ടും ഇത്രയേ ലീഡ് കിട്ടിയുള്ളൂ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം താങ്കൾ നേരത്തെ അൻവർ ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിലൊരു കാര്യം കൂടി. PV+LDF 2016 77,858 എന്ന് പറയുമ്പോൾ 47.91%. ഇത്തവണ അങ്ങനെ ഒരു ഫാക്ടർ ആയിരുന്നെങ്കിൽ PV Anwar+LDF ആണെങ്കിൽ അത് ആകെ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ 86,420 വോട്ടുകൾ അങ്ങനെ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ആര്യാടൻ ഷൗക്കത്തിന് ഒരു ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മലമറിച്ചു എന്ന രീതിയിലുള്ള ഒരു വിജയം എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി, അപ്പോഴും LDFന് ആശ്വസിക്കാൻ വകയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ UDF 111 മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെ മുന്നിലാണ്. അത് കണ്ടിട്ടാണ് അവരിപ്പോൾ അധികാരം പിടിക്കുമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ പണിയെടുക്കണം. ഈ 111 മണ്ഡലങ്ങളിൽ ലോക്സഭയിലെ ആ വോട്ട് നിലനിർത്തണമെങ്കിൽ പണിയെടുക്കണം. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് പോലും അതിന്റെ 4/1 പോലും ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ UDFന്റെ വിജയത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കാം. UDFന്റെ വിജയം എന്ന് പറയുന്നത് അവരുടെ മുഴുവൻ കേരളത്തിലെ ആകെയുള്ള സംഘടനാ സംവിധാനം മുഴുവൻ വന്ന് ഒരു മണ്ഡലത്തിൽ ഒരു സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കേന്ദ്രീകരിച്ചതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതാണ്. അൻവർ ഇത്രയും വോട്ട് നേടിയിട്ടും സ്വരാജ് പാർട്ടി വോട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ LDF പാടെ തകർന്നു എന്ന നിഗമനത്തിൽ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ UDFന്റെ അതോടൊപ്പം PV അൻവറിന്റെ ഈ സാന്നിധ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. UDF നേതൃത്വം ഇപ്പോൾ PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുകയായിരുന്നെങ്കിൽ അൻവർ അവിടെ മത്സര സ്ഥലത്ത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അവിടെയും ഒരു കാഞ്ഞ ബുദ്ധി UDF പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്തിന് UDFൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട്, അത് PV അൻവറിലേക്ക് വന്നിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന് UDFൽ നിന്ന് ചോരുന്ന വോട്ട് നേരെ സ്വരാജിലേക്ക് പോകാതെ അത് പിടിച്ചു നിർത്താനുള്ള ഒരു തടയണയായി PV അൻവറിനെ കൃത്യമായി UDF ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ലീഗിന്റെ ബുദ്ധിയാകാനാണ് സാധ്യത, കുഞ്ഞാലിക്കുട്ടിയുടെ ബുദ്ധിയാകാനാണ് സാധ്യത. കാരണം 9 വർഷം LDF MLA ആയിരുന്ന PV അൻവറിനെ സാറ് പറഞ്ഞതുപോലെ അതിനു മുമ്പേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, 9 വർഷം MLA ആയിരുന്ന വേളയിൽ കൂടി അയാൾ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളാണ്. അപ്പോൾ LDFലെ അൻവർ ഫാൻസ് ഉണ്ട്, അല്ലാത്ത അൻവർ ഫാൻസ് ഉണ്ട്. ഈ വോട്ടുകളെല്ലാം നേരിട്ട് സ്വരാജിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ, ഷൗക്കത്തിലേക്ക് അത് വരില്ല, അപ്പോൾ അത് നേരിട്ട് സ്വരാജിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു തടയണയായി അവിടെ അൻവറിനെ ഇറക്കിയത് കൊണ്ട് കൂടിയാണ് ഷൗക്കത്തിന്റെ വിജയം എന്നതാണ് എന്റെ ടേക്ക്. Meet the editors.